പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം വന്നാൽ ഞാൻ നിങ്ങളെ ആശംസിക്കുകയാണ്. ഈ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പകലിലും നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന നല്ല കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർമാനമായി നടക്കുന്ന ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് വളരെ ബ്ലെസ്സിങ് ആകുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഒത്തിരി കോളുകൾ, ഒത്തിരി പ്രാർത്ഥനകളുടെ മറുപടികളൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ടീമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് തന്നൊരു ചെറിയ സന്ദേശം ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് അടുത്തു വരാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ ഇരുവരും ഒന്നിച്ച് നടന്നു. മനോഹരമായ നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയരെ, നമുക്ക് എല്ലാവർക്കും സുപരിതമായ ഒരധ്യായമാണ് ഉൽപ്പത്തി 22-ാം അധ്യായം എന്ന് പറയുന്നത്. അവിടെ അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു പരിശോധന, പരീക്ഷ എന്നതിനേക്കാൾ ഒരു പരിശോധന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദൈവവചനവുമായി ബന്ധപ്പെട്ട് നാം പഠിച്ചു കഴിഞ്ഞാൽ ദൈവവചനത്തിനകത്ത് ഒത്തിരി ടെസ്റ്റുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പരിശോധനകളെ ദൈവം പരീക്ഷിച്ച് ചില വ്യക്തികളെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുമെന്ന്, ദൈവരാജ്യത്തിന് മുതൽക്കൂട്ടാകുമെന്ന സാധ്യതയുള്ള ചില ഭക്തന്മാരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ചില പരിശോധനകളുണ്ട്. അതിലൊന്നാണ് ദി ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ പരിശോധന. ആ വിശ്വാസത്തിൻ്റെ പരിശോധനയിലേക്ക് അബ്രഹാം നടന്നു കയറുന്ന ഒരു അധ്യായമാണ് 22-ാം അധ്യായം. ഞാൻ ചുരുക്കി ഇങ്ങനെ പറയാം, നമ്മുടെ ജീവിതത്തിനകത്തും ഒരു ക്രിസ്തു ഭക്തനാണെങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ചു മുന്നേറുന്നവനാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്തും പരിശോധനകൾ വരും. പരിശോധനകൾ നമ്മെ തകർക്കാനുള്ളതല്ല, പരിശോധനകൾ നാം ജയിപ്പാനുള്ളതാണ്. വേദപുസ്തകം അങ്ങനെ കൃത്യമായി പറയുന്നു. പരിശോധനകൾ തകർക്കുന്ന ഇടമല്ല, പരിശോധനകളാണ് നമ്മെ ശക്തരാക്കി മാറ്റുന്നത്. ദൈവം നമ്മെ ശോധനകളിലൂടെ കടത്തിവിടുന്നത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ദൈവിക പദ്ധതികളിലേക്ക് നമ്മെ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹത്തോടെയാണ്. ഈ പകൽക്കാലം ആർക്കുമില്ലാത്ത ശോധനകൾ, ആരും അനുഭവിച്ചിട്ടില്ലാത്ത കാഠിന്യമായ തീയുടെ അനുഭവങ്ങൾ നിറഞ്ഞ പൊള്ളുന്ന രീതിയിലുള്ള, ഒരിക്കലും ഒരു ശമനം ലഭിക്കാതെ നാളുകളായി, ചില മാസങ്ങളായി, ചില വർഷങ്ങളായി ഒന്നുമാറി പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ഇതെല്ലാം നിന്നെ തകർക്കുമോ എന്ന് പോലും നീ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ ഈ പകൽക്കാലം ഈ പരിശോധനകളെ ജയിപ്പാൻ, ഈ പ്രതിസന്ധികളെ ജയിപ്പാൻ നിന്റെ ജീവിതത്തിനകത്ത് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്, ഒരു കാര്യവുമായിട്ടാണ് ഈ സന്ദേശവുമായി ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നത്. എങ്ങനെയാണ് ഭക്തന്മാർ പരിശോധനകളെ ജയിച്ചത്? എങ്ങനെയാണ് ഭക്തന്മാർ ഈ പ്രതിസന്ധിയുടെ നടുവിൽ തരണം ചെയ്തത്? എവിടെയൊക്കെയാണ് ചില വ്യക്തികൾ പരിശോധനയുടെ നടുവിൽ പരാജയപ്പെട്ടു പോയത്, പരിശോധനകളുടെ നടുവിൽ വീണുപോയത്? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പരിശോധനകളുടെ നടുവിൽ, അല്ലെങ്കിൽ മരുഭൂമി യാത്രയുടെ നടുവിൽ 40 വർഷം 41 പാളയം മാറി അടിച്ചു, കൂടാരമടിച്ചു 41 താമസിച്ചു. കൂടാരം മാറി 41 താമസിച്ചു. 40 വർഷം കൊണ്ട് 41 താമസിച്ചു. പക്ഷേ അവരുടെ മരുഭൂമി യാത്രകൾക്കകത്ത്, അത് പരിശോധനയുടെ ഒരു യാത്രയാണ്, ദൈവം ടെസ്റ്റ് ചെയ്യുന്നൊരു യാത്രയാണ്. പക്ഷെ അവർ പരാജയപ്പെടാനുള്ള കാരണം, ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, അവർ നാവുകൊണ്ട് ദൈവത്തെ
പരിഹസിക്കുന്ന പരിഹാസികളായിരുന്നു. എന്ന് പറഞ്ഞാൽ വായിൽ അപ്പവും ഇറച്ചി വച്ചിട്ട് ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്നവരായിരുന്നു. പരിശോധനകൾ പലപ്പോഴും ജയിക്കാൻ കഴിയാത്തത്, ജീവിതത്തിനകത്ത് വന്ന പ്രതിസന്ധികളെ പലപ്പോഴും ജയിക്കാൻ കഴിയാത്തത്, പലപ്പോഴും നാം ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരായി മാറിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളുടെ നടുവിൽ നാം നമ്മോട് തന്നെ ചോദ്യം ചെയ്യുന്നവരായി മാറിപ്പോയി. ദൈവത്തെ തന്നെ പരിഹസിക്കുന്ന പരിഹാസികളായി മാറിപ്പോയി. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, പാസ്റ്റർ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ എളുപ്പമുണ്ട്, പക്ഷെ വേദന അനുഭവിക്കുന്ന ഞങ്ങൾക്ക് അങ്ങനെയല്ല. പ്രിയരെ, വേദനകളുടെ നടുവിലിരുന്നു കൊണ്ടാണ് ഞാൻ ഈ സന്ദേശം നിങ്ങളോട് കൈമാറുന്നത്. കഴിഞ്ഞ മാസങ്ങൾ വർഷങ്ങളൊക്കെയും ഒന്നു മാറി പ്രതിസന്ധികൾ ആഞ്ഞടിച്ചപ്പോൾ എന്നെ ജയാളികളായി നിർത്തിയത്, എന്നെ ജയത്തോടെ നിർത്തിയത്, പ്രതിസന്ധിയുടെ മുൻപിൽ തകർന്നു പോകാതെ നിർത്തിയത്, തീരുമെന്നെല്ലാവരും പറഞ്ഞപ്പോഴും ജയത്തോടെ നിൽക്കുന്നത്, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് വച്ച ചില സ്റ്റെപ്പുകളാണ്. അതുപോലെ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. ഇവിടെ അബ്രഹാം നമ്മെ അങ്ങനെ പഠിപ്പിക്കുകയാണ്. പ്രിയരെ, 12-ാം അധ്യായത്തിനകത്ത് വിളികേട്ടിറങ്ങിയവൻ, കൽദയ പട്ടണമായ ഊരിൽ നിന്ന് വിളികേട്ടിറക്കിയവൻ, മെസപ്പൊട്ടേമിയ എന്ന് പറയുന്ന വലിയ നാഗരികമായ സിവിലൈസേഷനിനകത്തുനിന്ന് വിളികേട്ടിറങ്ങിയവൻ, പറയാൻ ഒത്തിരി കൊണ്ട്, നല്ല കൾച്ചർ, നല്ല സിറ്റി, നല്ല ജീവിതം, നല്ല ബിസിനസ്, ഇതെല്ലാം വിട്ടിറങ്ങിയവൻ 75-ാമത്തെ വയസ്സിൽ ഇറങ്ങി തിരിച്ചു. 99-ാമത്തെ വയസ്സിൽ ഒരു പിന്നെയും കേൾക്കുക, 100-ാമത്തെ വയസ്സിൽ സന്തതിയെ ലഭിച്ചു. 100 വർഷം കഴിഞ്ഞ്, വചനം പറയുന്നു, 100 വർഷം കഴിഞ്ഞ് കൊടുത്ത തലമുറയെ 22-ാം അധ്യായം എത്തിയപ്പോൾ ദൈവം പറയുകയാണ്, നിന്റെ ഏകജാതനായ മകനെ എനിക്ക് യാഗമർപ്പിക്കണം. ദി ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത്, ദൈവം നൽകിയതിനെ തിരിച്ചു ചോദിക്കുകയാണ്. യോബിന്റെ ജീവിതത്തിനകത്ത് അവൻ പറയുകയാണ്, അവൻ ഊസ് ദേശത്ത് ധനവാനായിരുന്നു, അവനെല്ലാം ഉണ്ടായിരുന്നു, ആടുമാടുകൾ, കഴുത, ഒട്ടകം, ഇതെല്ലാം അവനുണ്ടായിരുന്നു. ദാസീദാസന്മാർ, 10 തലമുറകൾ, ഓരോന്നായി ഇതെല്ലാം ഓരോ ദിവസവും നഷ്ടപ്പെടുമ്പോഴും അവസാനം അവൻ്റെ ശരീരത്തിനകത്ത് പുഴുക്കൾ പുറത്തു വരാൻ തുടങ്ങി, അവൻ്റെ ശരീരം വ്രണത്താൽ നിറയപ്പെടുമ്പോഴും വേദപുസ്തകം അങ്ങനെ തന്നെയാണ് പറയുന്നത്. വീട്ടിൻ്റെ മുറ്റത്ത് ഓട്ടിൻ കഷ്ണം എടുത്തു വെച്ച് തൻ്റെ ശരീരത്തിൻ്റെ വേദന മാറ്റുന്ന സമയത്ത് തൻ്റെ ഭാര്യ വന്നിട്ട് ചോദിക്കുകയാണ്, യോബേ, നീ എന്തിനാ ഭക്തിയെ മുറുകെ പിടിച്ചിരിക്കുന്നേ? അവൻ്റെ ജീവിതത്തിനകത്ത് ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത്, അവൻ ഭക്തനായിരിക്കുന്നത് സാത്താൻ പരീക്ഷിച്ചു നോക്കാമെന്നതാണ്. യോബിൻ്റെ ജീവിതത്തിനകത്ത് അവൻ്റെ ഭക്തിയെ ഒന്ന് പരിശോധിക്കാമെന്നതാണ് ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത്. അവൻ്റെ ഭക്തിയെ ദൈവസന്നിധിയിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് പരിശോധിക്കാൻ വരികയാണ്. ദൈവത്തോട് പറയുകയാണ്, ഇവൻ ഭക്തനായിരിക്കുന്നത് നീ വേലി കെട്ടിക്കൊണ്ടാണ്, നീ വേലിയൊന്ന് അടിച്ചുതാ, ഞാൻ ഇവൻ്റെ ഭക്തിയെ കാണിച്ചു തരാം. അതേ പദം അവൻ്റെ ഭാര്യ വന്നിട്ട് പറയുക, നീ ഭക്തനായിരിക്കുന്നതിന് നീ നിന്റെ ദൈവത്തെ ത്യജിച്ചിട്ട് പോയി ചത്തുകളയ എന്ന് പറയുമ്പോൾ യോബ് പറയുന്നൊരു മറുപടിയുണ്ട്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയരെ, ആർക്കും നിന്റെ വേദന അറിഞ്ഞില്ലേലും, ആരും നിന്റെ വിഷമം അറിഞ്ഞില്ലേലും, ആർക്കും ശബരബലഘടക നിന്റെ കണ്ണുനീർ കണ്ടില്ലേലും. കഴിഞ്ഞ ഞായറാഴ്ച ഒരു മാതാവ് ഞങ്ങളുടെ ട്രിവാൻഡ്രത്തുള്ള ചർച്ചിനകത്ത് അവർ കടന്നു വന്നിട്ട് അവസാനം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഒരു ദൂത് പറഞ്ഞപ്പോൾ ആ മാതാവ് പൊട്ടിക്കരയുകയാണ്. എന്നോട് പറഞ്ഞു, ഞാനൊരു വർഷം പറഞ്ഞു. അപ്പോൾ അവർ വിങ്ങിപ്പൊട്ടിയിട്ട് ചങ്ക് പൊട്ടിക്കരയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, പക്ഷേ ആ വർഷത്തിൽ എൻ്റെ കുഞ്ഞ് 23-ാമത്തെ വയസ്സിൽ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എനിക്കുണ്ടായിരുന്ന ഏക ആൺതരി, എനിക്കുണ്ടായിരുന്ന ഏക ആൺതലമുറ ഈ ലോകത്തുനിന്ന് നഷ്ടപ്പെട്ടു. എൻ്റെ സമനില തെറ്റി, എന്ത് ചെയ്യണമെന്നറിയില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ആ മാതാവിൻ്റെ കണ്ണുനീർ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടി. ഞാൻ തിരിച്ച് മീറ്റിംഗ് കഴിഞ്ഞ് ഡ്രൈവ് ചെയ്യുമ്പോഴും
എൻ്റെ ചിന്ത അതായിരുന്നു. പ്രിയരെ, ഒരമ്മയ്ക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ അത്രമാത്രം വേദന ഉണ്ടായിരുന്നെങ്കിൽ യോബിൻ്റെ ജീവിതത്തിൽ ഒന്നല്ല, ഒറ്റ രാത്രിയിൽ 10 തലമുറകൾ നഷ്ടപ്പെട്ടപ്പോൾ അവൻ എത്രമാത്രം വേദനിച്ച് കാണണം, അവൻ എത്രമാത്രം മിങ്ങിപ്പൊട്ടി കാണണം. അവസാനം അവൻ്റെ ഭാര്യ പോലും പോയി ചത്തുകളയാൻ ഭക്തിയെ തള്ളി പറഞ്ഞിട്ട് ചാകാൻ പറഞ്ഞപ്പോൾ ഭക്തൻ പറഞ്ഞത് കേട്ടോ. ആ പ്രതിസന്ധിയുടെ നടുവിൽ നെഗറ്റീവല്ല പറഞ്ഞ്, പിറുപിറുക്കുകയല്ല ചെയ്തേ. ആ പ്രതിസന്ധിയുടെ നടുവിൽ ആ ഭക്തൻ പറയുകയാണ്, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുകയാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയരെ, നിന്നെ ഭയപ്പെടുത്തി, നിന്നെ വേദനിപ്പിച്ച്, നിന്റെ വീട്ടിനകത്ത് പ്രതിസന്ധികളിട്ട്, ഇതുവരെ ഇല്ലാത്ത വെല്ലുവിളികൾ, ഇതുവരെ ഇല്ലാത്ത പോരാട്ടമിട്ട് ശത്രു പതിയിരിക്കുന്നത് നിന്റെ വായ്ക്കകത്തുനിന്ന്, നിന്റെ നാവിനകത്തുനിന്ന് ദൈവത്തെ തള്ളിപ്പറയുന്ന, ദൈവസഭയെ തള്ളിപ്പറയുന്ന, അഭിഷിക്തന്മാരെ തള്ളിപ്പറയുന്ന, ദൈവിക ബന്ധത്തെ മുറിച്ചു മാറ്റുന്ന ചില പദങ്ങൾ നിന്റെ നാവിനകത്തുനിന്ന് പുറത്തു വരാനാ ശത്രു കാത്തിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ ഈ പകൽക്കാലം ഈ പരിശോധന ജയിക്കണോ, ഈ പ്രതിസന്ധിയെ ജയിക്കണോ, ഈ പ്രതികൂലത്തെ ജയിക്കണോ, ഈ പകൽക്കാലം ജയിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ വാക്ക് പറ. ദൈവം തന്നതല്ലാതെ ദൈവം ഒന്നും എൻ്റെ ജീവിതത്തിനകത്ത് തിരിഞ്ഞെടുത്തില്ല. ഞാൻ ചോദിച്ചിട്ടല്ല അവൻ ഇതൊന്നും തന്നത്, അർഹതയില്ലാതെ തന്നതാണ്. ദൈവത്തിൻ്റെ സമയമായപ്പോൾ തിരിച്ചെടുത്തു. സത്യമാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ ചോദിച്ച് ചെയ്യാനില്ല. എനിക്കറിയാം നഷ്ടപ്പെട്ടതിലും ഇരട്ടിയായി തരാൻ കഴിയുന്നൊരു ദൈവത്തെ. ഈ നിമിഷം അങ്ങനെ ഒന്ന് പറയാൻ കഴിയുമോ? പ്രിയരെ, തൻ്റെ ഏകജാതനായ പുത്രനെ യാഗമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം സാറയോട് പറഞ്ഞില്ല. സാറയ്ക്കൊരു പക്ഷെ താങ്ങാൻ കഴിയണമെന്നില്ല. അവൻ്റെ വിഷമം ആരോടും പറഞ്ഞില്ല. അവൻ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധി ആരോടും പറയണ്ടേ. ഹേ പ്രിയരെ, നീ ഫേസ് ചെയ്യുന്ന വേദന ആരും പറയണ്ട കേട്ടോ. നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത ആരും അറിയണ്ട. നിൻ്റെ കൂട്ടുകാരറിയണ്ട, നിൻ്റെ കുടുംബക്കാരറിയണ്ട, ദേശക്കാരറിയണ്ട, ആരും അറിയണ്ട. നീ അനുഭവിക്കുന്ന വേദന, നീ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ ഒരുപക്ഷെ ഹോസ്റ്റൽ റൂമിനകത്തായിരിക്കാം, ഒരുപക്ഷെ ഏതോ രാജ്യങ്ങൾക്കപ്പുറമായിരിക്കാം, ഏതൊക്കെ വീട്ടിൻ്റെ ഉള്ളറയ്ക്കകത്തായിരിക്കാം, ഏതൊക്കെ ഉപജീവന മേഖലകൾക്കകത്ത് നീ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, ആ ഒറ്റപ്പെടലുണ്ടല്ലോ, ആരും അറിയണ്ടെന്നേ, ആരോടും നീ പറയണ്ടെന്നേ. അതിൻ്റെ മടുവിലും ദൈവത്തെ തള്ളിപ്പറയാതെ പറ, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വന്നിട്ടില്ല, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വന്നിട്ടില്ല. ദൈവം എൻ്റെ തലയിലെ രോമങ്ങളെപ്പോലും അവർ എണ്ണി അറിയുന്ന ദൈവമാണ്. വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ ആത്മാവിൽ നിങ്ങളെ ചലഞ്ച് ചെയ്യാതെ ഈ പകൽ അങ്ങനെ പ്രാർത്ഥിക്ക്. പ്രിയരെ, അബ്രഹാം ആരോടും പറഞ്ഞില്ല. ദാസന്മാരെ വിളിച്ചു, വിറക് വെട്ടിക്കീറി, വിറകെടുത്തു, കഴുതയ്ക്ക് കോപ്പിട്ടു. ദാസന്മാരോടുകൂടെ 3 ദിവസം യാത്ര ചെയ്ത് മോറിയാദേശത്തെത്തി. മോറിയാദേശത്ത് എത്തിയിട്ട് മലയുടെ മുകളിലേക്ക് നടന്നു പോകുമ്പോൾ ദാസന്മാരെ താഴെ നിർത്തിയിട്ട് അവൻ വിറകെടുത്തു, കത്തിയെടുത്തു, തീയെടുത്തു. തൻ്റെ ബാലൻ്റെ കൈക്ക് പിടിച്ച് നടക്കുന്ന സമയത്ത് സ്വന്തം മുഞ്ഞിനെ ആ യാഗം അർപ്പിക്കാൻ പോകുന്നേ, ഇസഹാക്കിനെ യാഗം അർപ്പിക്കാനാണ് പോകുന്നത്. ഇസഹാക്ക്, എൻ്റെ പ്രസംഗ ഭാഷയിൽ പറയാം, അപ്പൻ്റെ കൈ കുലുക്കിയിട്ട് ചോദിച്ചു വേണം, അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, യാഗമൃഗം എവിടെ? അപ്പന് പറയാൻ കഴിയുമോ? ദൈവം ചോദിച്ചത് നിന്നെയാണ് യാഗമർപ്പിക്കാൻ, നീയാണ് യാഗമൃഗമെന്ന് അപ്പന് പറയാൻ കഴിയുമോ? കഴിയില്ല പ്രിയരെ. പക്ഷേ അപ്പനൊരിക്കലും പറയാൻ കഴിയാത്ത ആ ജീവിതത്തിൻ്റെ വേദനാജനകമായ അവസ്ഥയിൽ അബ്രഹാം ചെയ്തത് വിശ്വാസം പറയുകയാണ്. അബ്രഹാം തൻ്റെ മകനോട് പറയും, ദൈവം ഒരു ആട്ടിൻ കുട്ടിയെ ദൈവം കരുതിയിട്ടുണ്ട്. പൗലൂസ് പറയുന്നത്, അബ്രഹാമിനെ പറ്റി പൗലൂസ് പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ ചാരത്തുനിന്ന് പോലും അവന് തലമുറകളെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചിരുന്നു. അത് വിശ്വാസത്തിൻ്റെ ആഴം കണ്ടോ? ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ പരിശോധന വെളിപ്പെട്ടപ്പോൾ അവൻ്റെ വിശ്വാസം കൊണ്ട് അതിനെ ജയിക്കുകയാണ്. ഈ പകൽക്കാലം പ്രതിസന്ധികൾ വരുമ്പോൾ വീണുപോകല്ലേ, ദൈവസന്നിധി പിന്മാറിപ്പോകല്ലേ. തകർന്നു കാണാൻ അനേകരുണ്ട്, വീണ് കാണാൻ അനേകരുണ്ട്. ദേശം മുഴുവനും നിൻ്റെ തകർച്ച കാണാൻ നോക്കി നിൽക്കുക. നീ വിശ്വാസത്തിൽ നിന്ന് വീണ് കാണാൻ നോക്കി നിൽക്കുക. നീ പിന്മാറുന്നത് കാണാൻ നോക്കി നിൽക്കുക. നിൻ്റെ കുടുംബം തകരുന്നത് കാണാൻ നോക്കിക്കുക. പക്ഷേ ഈ പകൽക്കാലം ഈ വചനത്തെ ഉയർത്തിയിട്ട് പറയണം, ഈ ദൈവത്തെ വിട്ട് ഞാൻ പോകത്തില്ല, ഈ സത്യത്തെ വിട്ട് ഞാൻ പോകത്തില്ല, എൻ്റെ ദൈവത്തെ മറന്നൊരു ജീവിതമില്ല. ഈ പ്രതിസന്ധിയുടെ നടുവിൽ വിശ്വാസത്തോടെ മുന്നേറും, വിശ്വാസത്തോടെ മുന്നേറും. ഇയ്യോബ് പറഞ്ഞതുപോലെ, അബ്രഹാം പറഞ്ഞതുപോലെ വിശ്വാസം പറയാമോ? വിശ്വാസം പറയാമോ?
ഈ വിശ്വാസത്തിൻ്റെ പരിശോധന നീയും ജയിക്കും. നമ്മുടെ പിതാക്കന്മാർ ചാടിക്കടന്നതുപോലെ പരിശോധന ഇപ്പം നമ്മുടെ പിതാക്കന്മാർ ജയിച്ചതുപോലെ നാമും ജയിക്കും പ്രിയരെ, നമ്മളും ജയിക്കും. വിശ്വസിക്കുക. ഈ പകൽക്കാലം ചില പരീക്ഷകളെ നിൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ നീ ജയിക്കാൻ പോവുകയാണ്. ചില പ്രതിസന്ധികളെ നീ ജയിക്കാൻ പോവുക. ചില വേദനാജനകമായ ജീവിതത്തിൻ്റെ വിഷയങ്ങളെ നീ ജയിക്കാൻ പോവുക. കർത്താവ് ഈ പകൽക്കാലം നിന്നെ സന്ദർശിക്കുകയാണ്, നിന്നെ തൊടുകയാണ്. ഈ നിമിഷം ദൈവദാസൻ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എന്നോട് കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ച്, ഏത് രാജ്യത്തിൽ നിന്ന് ഈ ശബ്ദം കേട്ടാലും ഈ നിമിഷം ഞങ്ങളോട് കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് ഷാബാറ കേട്ടാക്ക. സ്വർഗമേ, ഈ പ്രഭാതത്തിൽ വേദനാജനകമായ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ കർത്താവ് എന്നോട് കൂടെ ചേർന്നില്ല. ലോകത്തിൻ്റെ ഏത് രാജ്യത്തിലിരുന്ന് ഏത് കോണിലിരുന്ന ഈ ശബ്ദം കേട്ട് ഞങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. ഈ ജനത്തെ നീ അങ്ങ് സന്ദർശിക്കണം. ഈ ജനത്തെ നീ അങ്ങ് തൊടണം. അവർ വിശ്വാസത്തിനകത്ത് ചില പരിശോധനകളെ ജയിക്കാൻ, ചില പ്രതിസന്ധികളെ ജയിക്കാൻ, ചില പ്രതികൂലങ്ങളെ ജയിക്കാൻ ഉള്ള കൃപ അവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം നഷ്ടപ്പെട്ടത് ഇരട്ടിയായി മടങ്ങി വരട്ടെ. നല്ല ജോലി, നല്ല ഉപജീവന മേഖല, നല്ല വിദ്യാഭ്യാസം, നല്ല മാന്യത, ഷാബാറദലക്സ് മിനിസ്ട്രി, നല്ല ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. ഈ നിമിഷം ഞാൻ ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടും, മഹത്വം അങ്ങെടുക്കും, പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അതേ പ്രിയരെ, വിശ്വസിക്കുക. പ്രഭാതത്തിൽ ചില പരിശോധനകളെ നീ ജയിക്കാൻ പോകുകയാണ്. ചില ദൈവപ്രവൃത്തികൾ നിൻ്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകുകയാണ്. ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ? പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നിന്നെ നയിക്കട്ടെ. സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. വിളിച്ചിട്ട് ലഭിച്ചില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ പ്രയർ റിക്വസ്റ്റ് അയയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ്. God bless you. God bless you. Amen.